നമ്മള് കുന്തിരിക്കത്തിന്റെ കറ എടുക്കുന്നത് നോക്കുകയാണ്. അവിടെ ആദ്യം ഇങ്ങനെ ഒരു വരയിട്ടു, എന്നിട്ട് നമ്മൾ ഇതിന്റെ തൊലി ഇങ്ങനെ ലേശം പൊട്ടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് കറ ഇങ്ങനെ വരും. ഇപ്പോൾ തന്നെ ചെറിയതായിട്ട് ഒട്ടുന്നുണ്ട്. റബ്ബർ എടുക്കുന്നല്ലോ ഇപ്പോഴും തന്നെ എടുക്കാൻ പറ്റൂല, 2 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ കറ ഇങ്ങനെ ഒരു ഊറി വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പരിപാടിയാണോ? ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നത്? ചെയ്ത് പഠിക്കാം. നമുക്ക് എന്തായാലും ഇതില് കമന്റ് ചെയ്യുന്ന ആൾക്കാര് നല്ല വിവരമുള്ള ആൾക്കാരുണ്ടാവും ഇതിനെ കുറിച്ച്. അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഇനി എങ്ങനെയാ ചെയ്യേണ്ടിയുള്ളത്, എന്നിട്ട് വേണം ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ. അതെ, മൊത്തത്തിൽ കുന്തിരിക്ക എടുക്കാനല്ലേ. അറഞ്ചം പുറഞ്ചം എന്തായാലും 2 കമ്പ് നമുക്ക് ഒടിച്ചെടുക്കാം, ഭൂമി കൊണ്ടുപോയി വെക്കാം. ഇത് കഴിക്കാൻ പറ്റുന്ന കുന്തിരിക്കാട്ടാ. ഇതിന്റെ വില എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ടില്ല. എന്തായാലും നല്ല മണമുള്ള സാധനമാണ്. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അതിന്റെ കറയുടെ മണം ഇപ്പോൾ തന്നെ അടിക്കുന്നുണ്ട്. കണ്ട കറുത്ത രീതിയിൽ കണ്ട വെള്ള കറ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇവിടെ ഇരുന്ന് കട്ടിയാവും ഇനി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കുന്തിരിക്കത്തിൽ നിന്ന് എടുക്കുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഇങ്ങനെ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് എടുക്കും. കാരണം ഒരുപാട് തടി ബാക്കി നിൽപ്പുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം കുന്തിരിക്കാണ്. സ്വന്തം നമ്മൾ മേടിച്ചു കൊടുത്ത പറമ്പിലെ കുന്തിരിക്കാണ്. ഇപ്പം നമ്മുടെ സ്വന്തമായി. അറബിയുള്ളതൊന്നും അല്ല. നമ്മളെ ഈ പ്ലോട്ടുകളെല്ലാം വിറ്റ് കേട്ടോ. ഈ കിടക്കുന്ന പ്ലോട്ടുകളെല്ലാം, ഈ കാണുന്ന എല്ലാം വിറ്റ്. ഇവിടെ 90 പ്ലോട്ടോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉള്ളത് വെറും 3 പ്ലോട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അൽഹംദുലില്ലാ പഠിച്ചവൻ്റെ കാരണത്തിലെല്ലാം വിറ്റ്. നമ്മൾ വിചാരിച്ചതിനൊക്കെ നമ്മളൊരു 3 മാസമായിരുന്നു ടാർഗറ്റ് ഇട്ടത്. പക്ഷേ 2 മാസം കൊണ്ട് പ്ലോട്ടുകളെല്ലാം വിൽക്കാൻ പറ്റി. 40 ദിറംസിന് വിറ്റ്. ഇപ്പം ബാക്കിയുള്ള 3 പ്ലോട്ടിന് 50 ദിറംസ് ആണ് ചാർജ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്ത് കുറെ ആൾക്കാർ വന്ന് വാങ്ങിച്ചവർ ഇഷ്ടം പോലെ, വാങ്ങിക്കാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരുള്ള നസീബാണ്, വിധി. അപ്പോൾ കിട്ടിയവർ സന്തോഷിക്കുന്നു, കിട്ടാത്തവർക്കും സന്തോഷിക്കും. കാരണം ഇതുപോലെ എന്തെങ്കിലും വേറെ വരുന്നെങ്കിൽ നമ്മൾ അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ഇവിടെ മുതൽ അന്ന് കാണിച്ചു കൊടുക്കും ഈ ഏരിയ കംപ്ലീറ്റ്. അതാണ് പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തോട്ട് മാറി ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് പ്ലോട്ടുകൾ, 90ഓളം പ്ലോട്ടുകൾ, 10 സെന്റ് വരുന്ന പ്ലോട്ടുകളാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ എത്രയായിരുന്നു ഉണ്ടായിരുന്ന വില അന്ന് 40 ദിറംസ്, കോർണർ പ്ലോട്ടിന് 50. അപ്പോൾ 4000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 സെന്റ്, ഏകദേശം 10 സെന്റിന്റെ. അപ്പോൾ അതിന് വില ഉണ്ടായിരുന്നത് 1,60,000 ദിറംസ് ആയിരുന്നു. അപ്പോൾ ഒന്നിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട, പിന്നെ കമ്മീഷൻ കൊടുക്കണ്ട, ട്രാൻസ്ഫർ ചാർജ് കൊടുക്കണ്ട, വേറെ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ഹോൾഡ് ചാർജ് ഒന്നും കൊടുക്കണ്ട. 1,60,000 ഒന്നിച്ച് കൊടുക്കുകയും വേണ്ട. അത് നമുക്ക് ആദ്യം ഒരു 20% 32,000 അഡ്വാൻസ് കൊടുക്കുക. പിന്നെ 2 വർഷം കൊണ്ട് പേയ്മെന്റ് പ്ലാൻ. നാട്ടിൽ പോലും കിട്ടൂല. അതെ, ഇവിടുന്ന് ആ കാണുന്നതാണ് ഹൈവേ റോഡ്. അവിടെ ഹൈവേ റോഡുണ്ട്. അപ്പോൾ ഹൈവേ റോഡിൽ നിന്ന് 300-400 മീറ്റർ ഉള്ളിലോട്ടുള്ള ഈ സ്ഥലമാണ് ഈ കൊടുത്തത്. നാട്ടിൽ പോലും, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സന്ദർശിച്ച് നമ്മൾ സഞ്ചരിച്ച ഹൈവേയുടെ സൈഡിന് ആ പൈസക്ക് നമുക്ക് ഈ പൈസ കിട്ടൂലായിരുന്നു. 40 ദിറംസിന്റെ പ്ലോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ? 40 ദിറംസിന്റെ പ്ലോട്ട് കിട്ടാനുള്ള ഇനി ഏക ചാൻസ് എന്ന് പറഞ്ഞാൽ മേടിച്ചവര് കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും മേടിച്ചവർ ആ പൈസക്ക് കൊടുക്കൂല. ഒരു 10 ദിറംസും കൂടെ എക്സ്ട്രാ കൊടുത്താൽ, 50 ദിറംസ് കൊടുത്താൽ അവർ ചിലപ്പം തരും. കാരണം അങ്ങനെയാണെങ്കിൽ മേടിക്കുന്നവർക്ക്, ഇപ്പൊ ആദ്യം മേടിച്ചവർക്ക് ഒരു 10 ദിറംസ് വെച്ചുമ്പോൾ 40,000 ദിറംസ് അവർക്ക് ലാഭവും കിട്ടും, സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതിനെന്താ പറയുക, സെക്കൻഡ് 2 മാസം ഒരു 30% കൂടുതൽ അപ്രത്യക്ഷം വരും. 10 ദിറംസ് കുറച്ചാരും കൊടുക്കുന്നത്, എല്ലാവരും കൊടുക്കത്തൊന്നുമില്ല. കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് നമ്മളെ ഭാഷ, ബ്രോക്കർമാരുടെ ഭാഷയിൽ. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ മേടിക്കാൻ കിട്ടും. പേയ്മെന്റ് പ്ലാനും കിട്ടാൻ സാധ്യതയുണ്ട്. പേയ്മെന്റ് പ്ലാനും കിട്ടും. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞതുകൊണ്ട് 1 മാസം 23 മാസത്തെ പേയ്മെന്റ് പ്ലാൻ ഉണ്ടാവും. 24 മാസം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ഞാൻ കുന്തിരിക്കൊന്ന് നോക്കട്ടെ, ഇതിന് കറ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും കിട്ടിയൊരു മുതൽ, നമ്മളൊരു മേടിച്ചു കൊടുത്തൊരു മുതലാളിയുടെ ആണല്ലോ നമ്മള്. ഇതിന് എന്തായാലും കമ്മീഷൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ കുന്തിരിക്കെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. നാളെ വന്നിട്ട് ഇത് ചിരണ്ടി എടുക്കേണ്ടി വരും. നാളെ വന്നിട്ട് നമ്മള് കൊണ്ടുവന്നിട്ട് ചിരട്ടയൊക്കെ വെച്ച് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.